നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുർക്കിയിൽ ജീവിച്ചിരുന്നയാളാണ് മുല്ല നസറുദ്ദീൻ. അദ്ദേഹത്തിൻ്റെ ബുദ്ധിസാമർഥ്യവും നർമ്മബോധവും വളരെ പ്രസിദ്ധമാണ്. ഫലിതം കേട്ടു രസിക്കാൻ ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തുമായിരുന്നു. മിക്കപ്പോഴും മുല്ല നസറുദ്ദീൻ രാജകൊട്ടാരത്തിലായിരുന്നു. രാജാവ് അദ്ദേഹത്തിൻ്റെ ഫലിതങ്ങൾ വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു ദിവസം രാജാവിന് വല്ലാത്ത വിശപ്പ്. പാചകക്കാരൻ ചോറും വഴുതനങ്ങ കറിയും ഉണ്ടാക്കി. നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് രാജാവിന് ഭക്ഷണം വളരെ ഇഷ്ടപ്പെട്ടു. വഴുതനങ്ങ കറി എത്ര രുചിയുള്ളതാണ്! ഇനി എല്ലാ ദിവസവും വഴുതനങ്ങ കറി മതി, രാജാവ് പറഞ്ഞു. മുല്ല അപ്പോൾ സമീപത്തുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അതെ, വഴുതനങ്ങ കറി വളരെ രുചിയുള്ളതാണ്. ലോകത്തിൽ ഏറ്റവും നല്ല പച്ചക്കറി വഴുതനങ്ങയുമാണ്. അങ്ങനെ പാചകക്കാരൻ എല്ലാ ദിവസവും വഴുതനങ്ങ കറി ഉണ്ടാക്കി. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ രാജാവിന് അത് വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ അത് മടുത്തു തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, ഈ കറിക്ക് ഒരു രുചിയുമില്ല. ഇനി മേലിൽ വഴുതനങ്ങ കറി ഈ കൊട്ടാരത്തിനുള്ളിൽ ഉണ്ടാക്കരുത്. അപ്പോൾ മുല്ല പറഞ്ഞു, അല്ലെങ്കിലും വഴുതനങ്ങ കറി രുചിയില്ലാത്തതാണ്. സത്യത്തിൽ വഴുതനങ്ങയാണ് ലോകത്തിൽ ഏറ്റവും മോശപ്പെട്ട പച്ചക്കറി. മുല്ല എന്തിനാ ഇങ്ങനെ പറയുന്നത്? ഒരാൾ ചോദിച്ചു. കഴിഞ്ഞ ആഴ്ചയല്ലേ നിങ്ങൾ പറഞ്ഞത് വഴുതനങ്ങയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച പച്ചക്കറിയെന്ന്? നോക്കൂ, വഴുതനങ്ങയെ എനിക്ക് എപ്പോഴും പുകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ വഴുതനങ്ങയുടെ സേവകനുമല്ല. പക്ഷേ എനിക്കെപ്പോഴും രാജാവ് പറയുന്നത് ശരിവെക്കണം. ഞാൻ രാജസേവകനാണ്. അതിനാലാണ് ഞാൻ അങ്ങനെ പറയുന്നത്.